30% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും മേജർ സപ്പോർട്ട് സോണിൽ ട്രേഡ് ചെയ്യുന്നതുമായ 3 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ കഴിഞ്ഞ ദിവസം 0.5% ഇടിഞ്ഞ് 222 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 60,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.77, 52 വീക്ക് ഹൈ 310, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 6%-ഓളം കറക്റ്റായി 6 മാസം കൊണ്ട് 25%-അടുത്ത് റിട്ടേണാണ് നൽകിയത്. ഇറാഡ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റും റീസെൻ്റ്ലി പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ 2025 ഫിനാൻഷ്യൽ ഇയറിലെ ഹാഫ് ഇയറിൽ കമ്പനിയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 303% ഉയർന്നു. 4,437 കോടിയിൽ നിന്നും 17,860 കോടിയിലേക്കാണ് ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഉയർന്നിരിക്കുന്നത്. കൂടാതെ മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിലും ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ ഗണ്യമായ വർധനവുണ്ടായി. 6,273 കോടിയിൽ നിന്നും 9,787 കോടിയിലേക്കാണ് ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് ഉയർന്നിരിക്കുന്നത്. റീസെൻ്റ്ലി ഇറാഡ എന്ന കമ്പനി അതിൻ്റെ 7%-ഓളം സ്റ്റേക്ക് സെൽ ചെയ്യുന്നതിന് ഗവൺമെൻറ്റിന് ഡയപ്പാമിൽ നിന്നും, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റിൽ നിന്നും അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടറിലും ഇറാഡ എന്ന കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 383 കോടിയായി മാറുകയും കമ്പനിയുടെ നോൺ പെർഫോമിംഗ് അസറ്റ് 1.61%-ൽ നിന്നും 0.95%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഇറാഡ എന്ന സ്റ്റോക്ക് തുടർച്ചയായി ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെട്ടത് മൂലമാണ്. 230-240 തുടങ്ങിയ റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോൺ ആയിരുന്നു. ആ സപ്പോർട്ട് സോൺ നഷ്ടമായ സ്ഥിതിക്ക് സ്റ്റോക്ക് 200 എന്ന ക്രൂഷ്യൽ സപ്പോർട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്നും 185 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്താൽ 280-290 പോലുള്ള ടാർഗറ്റുകൾ വരും സമയങ്ങളിൽ എയിം ചെയ്യാവുന്നതാണ്. ഇറാഡ എന്ന സ്റ്റോക്ക് സ്ട്രോങ് സപ്പോർട്ട് സോണിനടുത്ത് ലഭിക്കുന്നു. കഴിഞ്ഞ 5 ആഴ്ചയായി 220-അടുത്ത് സ്റ്റോക്കിന് മികച്ച സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും റിവേഴ്സലിൻ്റെ സിഗ്നൽ ഇതുവരെയും വന്നിട്ടില്ല. അതേസമയം കൺസോൾട്ടേഷൻ ഫേസിലോ സപ്പോർട്ട് ഫേസിലോ സ്റ്റോക്കിനെ സ്റ്റാഗേർഡ് മാനറിൽ അക്യുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺ. ഡിഫൻസ് സെക്ടറിലെ ഹയസ്റ്റ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു സ്റ്റോക്കാണ് ഡാറ്റ പാറ്റേൺ. കഴിഞ്ഞ ദിവസം 2% ഉയർന്ന് 2,328-അടുത്ത് ക്ലോസിംഗ് നൽകി. 13,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 71, ഡിവിഡൻഡ് ഈൽഡ് 0.28%, 52 വീക്ക് ലോ 1,735, 52 വീക്ക് ഹൈ 3,655. ഡാറ്റ പാറ്റേൺ 6 മാസം കൊണ്ട് 13%-ഓളം കറക്റ്റായി 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. ഒരു വർഷത്തെ ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ 26% റിട്ടേൺ ആണ് നൽകിയത്. കമ്പനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് മികച്ചതായിരുന്നു. ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 90 കോടിയിൽ നിന്ന് 104 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 26 കോടിയിൽ നിന്ന് 33 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 42% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. എഫ്എസിന് 14.9, ഡിഎസിന് 8.5, പബ്ലിക്കിന് 34%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 1,313 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യതയും തീരെയില്ല. ഡാറ്റ പാറ്റേൺ എന്ന സ്റ്റോക്ക് 2,330-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2,200, 2,000 തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടുകൾ. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരു ബിയറിഷ്നെസ് വന്നു തുടങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞു. സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് മാറുകയും താഴേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. 2,000 സ്റ്റോക്കിൻ്റെ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും. സപ്പോർട്ട് സോണിൽ അക്യുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 2,000, 1,750 തുടങ്ങിയ മേജർ സപ്പോർട്ട് സോണിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന PSU സെക്ടറിലെ 30% ഡിസ്കൗണ്ട് ലഭിക്കുന്ന PSU സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. സ്റ്റോക്കിലും ബിയറിഷ് ട്രെൻഡാണ് ഇപ്പോൾ നടക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ട് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഓൾ ടൈം ഹൈയിൽ നിന്ന് 30%-അടുത്ത് ഡിസ്കൗണ്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിനെയും സ്റ്റാഗേർഡ് മാനറിൽ പരിഗണിക്കാവുന്നതാണ്. 4,000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 3,750, 3,500 തുടങ്ങിയ ലെവലുകളും സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.